സമയത്ത് നമ്മൾ സൈലന്റ് വാലി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുണ്ടും കുഴിയുള്ള റോഡ്സാണ് ഇവിടെ ഉള്ളത് ഗൈസ്. ഇന്ന് സൈലന്റ് വാലി നാഷണൽ പാർക്കിലേക്ക് പോവുകയാണ്. അത് വെസ്റ്റേൺ ഗഡ്സിലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു ഫോറസ്റ്റാണ്. കുറേ കാലമായി വിചാരിക്കുന്നു അങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയാണ്. ഇവിടെ 8 മന്ത്സോളം മഴ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പോകുമ്പോൾ എന്തായാലും റെയിൻ കോട്ടും കുടയും അതുപോലെ അട്ട ഉണ്ടാവും. അപ്പോൾ അതിനാവശ്യമായ ഉപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. 8 മണിക്ക് എത്താനാണ് ഞങ്ങളോട് പറഞ്ഞത്. 8 മണിക്കാണ് ഫോറസ്റ്റിലേക്കുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഞങ്ങൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, 9 മണിയായി. അപ്പോൾ അവിടെ എത്തിയപ്പം 12 പേര് ഉണ്ടെങ്കിലേ ബസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇൻഫോർമേഷൻ സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ടിക്കറ്റ് എല്ലാം എടുക്കുന്നത്. സൈഡിൽ കുറച്ച് കൗണ്ടേഴ്സൊക്കെ ഉണ്ട്, കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട്, കുന്തിരിക്കം അങ്ങനത്തെ ഇവിടുത്തെ കുറേ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്തൊരു ടീ ഷോപ്പ് ഉണ്ട്. നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് കുറച്ച് ചായയൊക്കെ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് വെയിറ്റ് ചെയ്യാമെന്ന്. കുറച്ച് പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഒരു 4 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരും കൂടെ ആയിക്കഴിഞ്ഞാൽ ബസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്നതാണ് കാർ പാർക്കിംഗ് ഏരിയ. ഉള്ളിൽ തന്നെ കാർ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയെല്ലാം കുടിച്ച് ഇനിയും ആളുകൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആയിക്കോട്ടെ. ഒരു 10-10:30 കഴിഞ്ഞപ്പം അവരെന്തായാലും ബസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. 9 പേരെ എത്തിയിട്ടുള്ളൂ. ഈ കാണുന്ന മിനി ബസ്സിലാണ് നമ്മൾ പോകുന്നത്. 12 പേര് എത്തിയിട്ടില്ല. കുറച്ചും കൂടെ ആളുകൾ ഉണ്ടെങ്കിൽ ജീപ്പ് സഫാരിക്കും ഇതിനൊക്കെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്യണം. 600 രൂപയാണ് ഒരാൾക്ക് ഈ ബസ് റൈഡിൽ. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിലൂടെ ഇങ്ങനെ പോയിട്ട് പിന്നെ കാട്ടിലെത്തിക്കഴിഞ്ഞാൽ വാച്ച് ടവർ ഉണ്ട്, അത് കാണാൻ നമുക്ക് പോവാം. അതുപോലെ തന്നെ കുന്തിപ്പുഴയുടെ ആരംഭവും കാണാൻ പോവാം. ഈ സമയത്ത് അവിടെ ഒരു റീഫ്രഷ്മെൻറ്റ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ ചെറിയ സ്നാക്സും ടീ ഒക്കെ വാങ്ങി കുടിക്കാം. നടക്കാൻ ബുദ്ധിമുട്ടില്ല ആൾക്കാർക്ക് അവിടെ വേണമെങ്കിൽ ഇരിക്കും ചെയ്യാം. അന്നങ്ങനെ ബോർഡ് തീരുമാനിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ അടിക്കാടുകൾ മാത്രമേ നമ്മൾ വെട്ടുള്ളൂ. മരുന്ന് കാര്യങ്ങളൊന്നും നമ്മൾ ഒന്നും ചെയ്യില്ല. ആദായങ്ങളൊക്കെ പറിച്ചിട്ട് സർക്കാർ കയറ്റുമതിയെ ചെയ്യണം കേട്ടോ. അതിൻ്റെ ചെയർമാൻ നമ്മുടെ പാലക്കാട് ജില്ലാ കളക്ടറാണ്. സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. 140 ഏക്കറോളം അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭൂമി ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ്, ടെൻഡറിന് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഓരോ സ്ഥലത്തും കത്ത് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. പ്ലാസ്റ്റിക് സാധനങ്ങൾ പഴത്തൊലി ഒന്നും പുറത്തിട്ടുണ്ട്. ഉണ്ടാക്കാണ് ഇതൊക്കെ ഫർണിച്ചറിന് പറ്റി. പക്ഷേ 10 കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങളുടെ മരങ്ങൾ കാണാൻ വളരെ ചാൻസ് കുറവാണ്. ഇല്ലാന്ന് പറയില്ല, മരങ്ങളുണ്ട്, വളരെ കുറവായിരിക്കും കേട്ടോ. അത് മരങ്ങൾ ഫർണിച്ചറിന് പറ്റാത്ത മരങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ. ബലം കുറവുള്ള മരങ്ങൾ, ഇത് ബലം കൂടുതൽ മരങ്ങളും അത് ബലം കുറവുള്ള മരങ്ങളാണ് കേട്ടോ. ഇല്ല, ഒരു പ്ലാൻ ചെയ്യുന്നില്ല. ഇതൊക്കെ അങ്ങനെയുള്ള കാലത്തൊട്ട് അങ്ങനെ ഇത് വെച്ചാ. പക്ഷെ നമ്മൾ ഒരു തടി പോലും നമുക്ക് ഇവിടുന്ന് മുറിക്കാനോ കൊണ്ടുപോകാൻ അനുവാദമല്ല. അത് നമ്മുടെ എത്ര വലിയ മരമാണെങ്കിൽ അവിടെ വീണ് കിടന്ന് ചെതറി പിടിച്ച് മണ്ണോട് മണ്ണിലേക്ക് ചേരും. മറ്റുള്ള ജീവികൾക്ക് അതൊരു പ്രശ്നമാവും. കാരണം ചെറിയൊരു പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ മറ്റുള്ള ജീവികൾക്ക് അതൊരു ഭക്ഷണമായിട്ട് തീരും കേട്ടോ. പ്രകൃതിയാണ് നമ്മൾ കൂടുതലും. മറ്റുള്ള സ്ഥലങ്ങളിൽ മരം മുറിക്കാനും ഈ ഏരിയയിൽ മരം മുറിക്കാൻ പാടില്ല. എത്ര വലിയ തടിയാണെങ്കിലും അവിടെ കടന്ന് ചെതറി പിടിച്ച് കണ്ടോ, കണ്ടമാനം മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. അതൊക്കെ അവിടെ കടന്ന് നശിച്ചു പോകാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അത് നാഷണൽ പാർക്കുമായി ബഫർ സോണുമായി, അതുകൊണ്ടാണ് കേട്ടോ. ഇത് താന്നിയാണ് ഈ മരം, വലിയ മരം കേട്ടോ. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇവിടെ ആദിവാസികളൊക്കെ ഈ ബഫർ സോണിൽ ഉണ്ടാവുമോ? ബഫർ സോണിലെ ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ഈ 2-4 കിലോമീറ്റർ കഴിഞ്ഞ ഒരു ട്രൈബൽ വില്ലേജ് ഉണ്ട്. പോയിട്ടോ. ഇവിടുന്ന് ഈ ബഫർ സോണിന്റെ അടുത്ത് ഇവിടെ ഒരു ചെറിയ കോളനി ഉണ്ട്. ആ കോളനി കഴിഞ്ഞ വീടുകളില്ല കേട്ടോ. നമ്മൾ അവിടെ എത്തുന്ന വരെയും നിലമ്പൂർ അതിർത്തി വരെയും വീടുകളില്ല. ബഫർ സോണിന്റെ അകത്ത് പേരെ വരും. ആ തൊഴിലുറപ്പുണ്ട്, തൊഴിലുറപ്പാണ്. പിന്നെ ഈ ഫാമില് പണിക്കാരും. ഇതാണ് നമ്മുടെ കോളനി, കരുവർ ലാസ്റ്റ് സെറ്റിൽമെന്റ് ഏരിയ. ഇത് കഴിഞ്ഞ ഒരു ചെറിയ ഒരു മറ്റേ ഇതുണ്ട്, മറ്റേ എസ്റ്റേറ്റ് ഉണ്ട്. ഇതിന്റെ ഒരു 10 കിലോമീറ്റർ ഉള്ളിലാണ് ഇതിന്റെ കോളനി. ലാസ്റ്റ് സെറ്റിൽമെന്റ് ഏരിയ 75 വീടുകളുണ്ടോ ടോട്ടൽ ഏരിയ. അതിൽ കുറുമ്പര് മുടുകര താമസിക്കുന്നത്. അതിലൊരു വിവാഹക്കാരാണ് ഇവര് കേട്ടോ. ജനസംഖ്യ എത്രയുണ്ടോ? ജനസംഖ്യ 191 ട്രൈബൽ വില്ലേജുണ്ട് അട്ടപ്പാടിയിൽ. 191 കേട്ടോ, അട്ടപ്പാടിയിൽ മാത്രം. ജനസംഖ്യ കുറവ്, ഏരിയ കൂടുതലായിട്ട് വരും. പൊന്തി കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഇവിടെ താമസിക്കും വരും.
ഷെഡ് കെട്ടിയിട്ട്. ശരി. വീടൊക്കെ താഴെയാണ്. അവർ അരി സാധനങ്ങളൊക്കെ ഏറ്റിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ തറച്ചുമടായിട്ട് ഏറ്റി പോരും. പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ താഴെ അവർ ഹോസ്റ്റൽ വഴി ഒക്കെ അടുത്തടുത്തുണ്ട്, സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൊല്ലം ഇവിടെ ചെയ്ത അടുത്ത കൊല്ലം വേറെ സ്ഥലത്ത് ചെയ്യും. അതിനുള്ള അനുവാദം കൊടുക്കും അല്ലേ? അത് സർക്കാർ കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട്, ഇവര് ഫോറസ്റ്റുകാർ കൊടുത്തിട്ടുണ്ട് കൃഷി ചെയ്യാൻ മാത്രം. ഇതിന്റെ കുറച്ച് വീട് കിടന്ന റോഡിൽ നിന്ന് വാള് വെച്ച് കത്തി വെച്ച് മുറിച്ച് അങ്ങോട്ട് മാറ്റിയിടുക എന്നല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല. ട്രൈബല് വന്നാൽ കുറച്ച് അടുത്ത ഭാഗത്ത് വന്നാൽ കുറച്ച് ചുള്ളി വിറക് എടുത്തിട്ട് പോകാന്നല്ലാതെ നിൽക്കണ മരങ്ങളൊന്നും മുറിക്കില്ല അവര്. 64 പോയി ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അവിടെ നിർത്താം. 200 വർഷം മുകളിൽ വരും കേട്ടോ. ഓ ശരി. ചക്ക ഉണ്ടാവും, ചക്ക ഉണ്ടാവും. അതൊക്കെ താഴെയുള്ള ആനയൊക്കെ പറിച്ചു തരും കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മുടെ സൈലന്റ് വാലി ഏറ്റവും കൂടുതൽ കേട്ടോ. അത് വാല് ഒരു അടിയുണ്ട്, ഇതൊരു 3/4 മീറ്റർ നീളം വരും കരിങ്കുരങ്ങ് കേട്ടോ. മരത്തിൽ ഉണ്ടല്ലോ, അത് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഭയങ്കര പേടി കൂടുതലായി സാധനത്തിന്. കായൊക്കെ പറിച്ച് തിന്നുക. വരട്ടോ, ഒപ്പം വരട്ടോ. കല്ല ഗ്രിപ്പ്. മഴ പെയ്താണ്. ഇതെടുക്കാണ്ട വണ്ടി വരുന്നുണ്ടോ? കാശ് ഇവിടുന്ന് താഴോട്ട് 1 കിലോമീറ്റർ ട്രെക്കിംഗ് ഉണ്ട്. അതിലേ പോയാലാണ് കുന്തിപ്പുഴയുടെ ആരംഭം കാണുക. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇരിക്കുക, നടക്കാൻ ബുദ്ധിമുട്ടില്ലവർക്കൊക്കെ. ഇവിടെ ടീയും കുറച്ച് സ്നാക്സൊക്കെ ഉണ്ട്. That is Kundipura. ഇല്ല.
ഇവിടെയാണ് ട്രക്കിംഗ് ചെയ്തിട്ട് ലാസ്റ്റ് എത്തുന്ന സ്ഥലം. ഇവിടെ താഴോട്ട് നോക്കിയാൽ പുഴ കാണാം. ഇവിടെയായിരുന്നു പണ്ട് ഡാം കെട്ടാൻ പ്രപ്പോസൽ ഉണ്ടായ സ്ഥലം. പിന്നെ അന്ന് പ്രൊട്ടസ്റ്റും ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെ അങ്ങനെ ഡാമൊന്നും കെട്ടുകയൊന്നും ഉണ്ടായില്ല. വെള്ളം കെട്ടി നിർത്താനുള്ള പരിപാടി കറണ്ടെടുക്കണം. അത് നമ്മളന്നാ ഒരു 65-70 കാലഘട്ടത്തിൽ ഒഴിവാക്കിയാണ്. കെട്ടിയതിന് ഏകദേശം കിലോമീറ്റർ ദൂരം നമ്മൾ ടവറിൽ നിന്ന് കണ്ടേ, ഏകദേശം കിലോമീറ്റർ ദൂരം പറഞ്ഞത് ഇവിടെ നിരന്തൂർ പോകാം. നിരന്തൂർക്കിടെ ഊട്ടി രീതിയിൽ പോകാനാണ്. വെള്ളം കണ്ണിനീർ മനുഷ്യൻ തൊടാത്ത വെള്ളമാണ്. കണ്ണിന്മാർ ഇത് കുളിപ്പിച്ചാലും മണ്ണാലും കുളിപ്പിച്ചാലും ചെന്നാൽ തിരിച്ച് മേലോട്ട് പോവുകയാണ്. കാലിലൊക്കെ അട്ട കടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് വിശദമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ പറഞ്ഞത് നമ്മൾ നല്ല നേക്കിൽ പറഞ്ഞു. അത് കണ്ടു കഴിഞ്ഞാൽ വേറെ വാഷ് ചെയ്യാം. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് കാലൊക്കെ ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണാം അട്ടേനെ. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത അട്ടയാട്ടോ. 2 ദിവസമൊക്കെ ചൊറിച്ചിലുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ സാനിറ്റൈസറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് നല്ലോണം ചോര വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാല് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ തിരിച്ച് അങ്ങനെ അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ്. ഇൻഫർമേഷൻ സെൻറ്റർ നമ്മൾ രാവിലെ ടിക്കറ്റ് എടുത്തല്ലോ, അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചായ കുടിച്ച ആ ഷോപ്പിൽ ചോറും ഉണ്ട്, നല്ല നാടൻ ഊണുണ്ട്. അപ്പോൾ അവിടുന്ന് ചോറ് കഴിച്ചു. ഒരു 3-3:30 തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പം ഈ യാത്രയിൽ ആനിമൽസിനെ ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റൂല. നല്ല തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് ആനിമൽസ് അടുത്തുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റൂല. കാട് കാണാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.